വിനയൻ സംവിധാനം ചെയ്ത കല്യാണ സൗഗന്ധികം സിനിമയുടെ സെറ്റ്. കലാഭവൻ മണി, ക്യാപ്റ്റൻ രാജു, ഹരിശ്രീ അശോകൻ, ശിവാജി തുടങ്ങിയ താരങ്ങളെല്ലാം ഇവിടെയുണ്ട്. മണിക്ക് ശ്രദ്ധേയമായൊരു വേഷമുണ്ട് ചിത്രത്തിൽ. ഷൂട്ടിങ്ങിൻ്റെ ഇടവേളയിൽ പുതിയൊരു നമ്പർ കാണിക്കാമെന്ന് കലാഭവൻ മണി. റോഡ് മുറിച്ച് കടക്കുന്ന ഒരു അന്ധൻ. അതായിരുന്നു മണി അന്ന് പുറത്തെടുത്ത നമ്പർ. എല്ലാവരെയും സാക്ഷിയാക്കി മണി അന്ധനെ അവതരിപ്പിച്ചു. വിനയൻ പറഞ്ഞു, സംഭവം കലക്കി. അന്ധനെ നായകനാക്കി ഒരു പടമെടുക്കാമെന്ന് പോലും തോന്നുന്നു. നീയാകണം നായകൻ. മണിയുടെ മിമിക്രി കണ്ടപ്പോഴുണ്ടായ ഒരു നിമിഷത്തെ തോന്നലിൽ പറഞ്ഞു പോയതാണ് വിനയൻ. പക്ഷേ മണി അത് സീരിയസ് ആയി എടുത്തു. പിന്നീട് കാണുമ്പോഴെല്ലാം മണി വിനയനോട് ചോദ്യമെറിഞ്ഞു. എന്നെ നായകനാക്കാമെന്ന് പറഞ്ഞ പടം എന്നു തുടങ്ങും? നായകനാകുന്നതും സ്വപ്നം കണ്ട് മണി നടന്നത് 3 വർഷം. ഒടുവിൽ ആ സ്വപ്നം വിനയൻ ഏറ്റെടുത്തു. അങ്ങനെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും പിറന്നു. പ്രേക്ഷകരുടെ കണ്ണ് നനയിച്ചു ചിത്രം. അന്ധനായ തെരുവ് ഗായകൻ രാമുവിനെ അവിസ്മരണീയമാക്കി കലാഭവൻ മണി. രാമുവിലൂടെ മണി നേടിയെടുത്തത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും പ്രത്യേക ജൂറി പുരസ്കാരവും. കുട്ടിക്കാലത്ത് സ്കൂളിലെ യാത്രക്കിടയിൽ ദിവസവും വിനയനൊരു അന്ധനെ കാണാറുണ്ടായിരുന്നു. കുട്ടികളുടെ കൂട്ടുകാരൻ. ആൽത്തറയാണ് പുള്ളിയുടെ സ്ഥിരം താവളം. കുട്ടികൾ അവരുടെ പോക്കറ്റിൽ നിന്ന് നാണയത്തുട്ടുകൾ പുറത്തെടുക്കുമ്പോൾ അതേത് നാണയമാണെന്ന് അദ്ദേഹം കൃത്യമായി പറയും. മുഖത്തടിക്കുന്ന വെയിലിലൂടെ കൃത്യസമയം പറഞ്ഞ് നാട്ടുകാരെ അമ്പരപ്പിക്കും. ഈ അനുഭവങ്ങളെല്ലാം രാമു എന്ന കഥാപാത്രത്തിനായി വിനയൻ ഉപയോഗിച്ചു. ജെ പള്ളാശ്ശേരിയായിരുന്നു തിരക്കഥ രചിച്ചത്. കർക്കടകത്തിലെ കറുത്ത വാവിന് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിൻ്റെ റെക്കോർഡിംഗ് തുടങ്ങി. ദുഃഖ വെള്ളിയാഴ്ച ഷൂട്ടിംഗ് ആരംഭിച്ചു. ഇതേക്കുറിച്ച് സംവിധായകൻ വിനയൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതൊരു പരീക്ഷണ ചിത്രമായിരുന്നു. അന്ധൻ്റെ കഥ പറയുന്ന ഡാർക്ക് സിനിമയ്ക്ക് ഇതിനേക്കാൾ നല്ല തുടക്കം മറ്റെന്താകാനാണ്. നാടോടി സ്വഭാവമുള്ള ഗാനങ്ങളായിരുന്നു വാസന്തിയിലേത്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താര സംഗീതം നൽകി. പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റ്. കാട്ടിലെ മാനിൻ്റെ തോലുകൊണ്ടുണ്ടാക്കി മാരാര് നല്ലൊരു ചെണ്ട എന്ന ഗാനം ആലപിച്ചത് മണി തന്നെയാണ്. ചാന്തുപൊട്ടും ചങ്കേലസും എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ച MG ശ്രീകുമാറിന് ദേശീയ പുരസ്കാരം. സിനിമ ഹിറ്റാകുമെന്ന് വിനയന് യാതൊരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. കോഴിക്കോട് നിന്ന് സിനിമ കണ്ട ഹരിഹരൻ വിനയനെ വിളിച്ചു. ആളു കുറവാണ്, പക്ഷേ പടം നന്നായിട്ടുണ്ട്. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ചിത്രം പ്രചരിച്ചു. കണ്ടവർ ചിത്രത്തിൻ്റെ പ്രൊമോഷൻ ഏറ്റെടുത്തു. 5-6 ദിവസം കൊണ്ട് തിയേറ്ററുകൾ നിറഞ്ഞു കവിഞ്ഞു. പടം സൂപ്പർ ഹിറ്റായി. 45 ലക്ഷം ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം വാരി കൂട്ടിയത് 3.5 കോടി രൂപ. കാസറ്റിൻ്റെ റൈറ്റ് വിറ്റുപോയത് 30 ലക്ഷത്തിനും.